മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കുട്ടിയുടെ ഒരു സൂയിസൈഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് വേദന ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ടോർച്ചറിങ് കാരണമാണ് ആ കുഞ്ഞ് അങ്ങനെ സൂയിസൈഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ക്ഷമാശക്തി അല്ലെങ്കിൽ സഹനശീലം എന്നൊക്കെ പറയാൻ വളരെ കുറവാണ്. പണ്ടുള്ള കുട്ടികളെ പോലെയല്ല. പണ്ട് നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ടീച്ചേഴ്സ് വഴക്ക് പറയും, ടീച്ചേഴ്സ് ചിലപ്പോൾ അടിക്കും. അതൊന്നും നമുക്ക് വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. നമ്മളത് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞാലും നമ്മുടെ പാരൻസ് പറയും നമ്മുടെ പ്രശ്നം കൊണ്ടാണ്, നിങ്ങളത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഉടനെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പോകുന്ന ഒരു പ്രവണതയൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ഗുണവും നമുക്കുണ്ടായിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള ദോഷവും നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി പറയുന്നത്, ഒരു സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വിട്ടപ്പോഴത്തേക്കും ആ സാറ് വളരെ പബ്ലിക്കായിട്ട് തന്നെ പെട്ടെന്ന് ആ കുട്ടിയുടെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അത്രേ, ഈ കുട്ടിക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ പബ്ലിക്കായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ഈഗോ ഹേർട്ടായി. അപ്പം ഈഗോ എന്ന് പറയുന്ന കാര്യം അതൊരു തീർത്തും നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയല്ല. അതായത് ഒരാളുടെ ഈഗോ എന്ന് പറയുന്നത് അവരെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ കുട്ടിയുടെ ഈഗോ ഹേർട്ടായതിനു ശേഷം അത് പബ്ലിക്കായിട്ട് പാട്ട് പാടാൻ അതിന് ഭയങ്കര മടിയാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു. പക്ഷേ അത് ആ അധ്യാപകന് വളരെ നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അല്ലേ. അതിന് പകരം പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇതിന് പാട്ട് പാടാൻ പറ്റില്ല, അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ജീവിതകാലത്ത് പിന്നെ അത് പാട്ടേ വേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു 2 വരി പാട്ട് പോലും പാടാനുള്ള ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടായില്ല. അപ്പം നമ്മൾ ഒരു കാര്യം ഒരു കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലപ്പം നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളും നമ്മുടെ സ്വന്തം കുട്ടികളാണെന്ന് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു കുട്ടിയോട് ഒരു കാര്യം എങ്ങനെ വേണമെങ്കിലും, അതായത് വളരെ സോഫ്റ്റായിട്ട് അവരെ ഹേർട്ട് ചെയ്യാതെ പറഞ്ഞ് മനസ്സിലാക്കാം. അതല്ല അവരെ മനഃപൂർവ്വം വേദനിപ്പിക്കണം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും പറയാം. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം മാത്സ് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് സയൻസ് പഠിക്കാൻ കഴിവ് കാണത്തില്ല. ലാംഗ്വേജ് പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടികൾ ഇപ്പോൾ മാത്സും സയൻസും പഠിക്കുന്നവർ മാത്രമാണ് ബുദ്ധിയുള്ളവർ. ആ ഒരു തിയറിയൊക്കെ പോയി. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായ ഒരിക്കലും ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയൊക്കെ വന്നതിന് ശേഷം പാട്ട് പാടാൻ പോലും കഴിവ് വേണം, നല്ലൊരു ഡ്രൈവർ ആവാൻ കഴിവ് വേണം. ഇതൊക്കെ ഇൻ്റലിജൻസ് ആണ്. വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഉള്ളവർക്ക് മാത്രമേ ഡ്രൈവർ ആവാൻ പറ്റുള്ളൂ. അതായത് ചുമ്മാ ഒരാൾക്ക് പോലും നല്ല ഡ്രൈവർ ആവാൻ പറ്റില്ല. അതുപോലെ പാട്ട്, എല്ലാവരും സെയിം തൊണ്ട കൊണ്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്, പക്ഷേ എല്ലാവർക്കും പാട്ട് പാടാനുള്ള കഴിവില്ല. അത് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് വേണം. അപ്പം ഇനിയും സഹജീവികളോട് സ്നേഹമായിട്ട് പെരുമാറണമെങ്കിൽ, പ്രകൃതി സ്നേഹം വേണമെങ്കിൽ അത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം വേണം, എങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 13 വർഷമായിട്ട് അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ കുട്ടികൾ പല രീതിയിലാണ്, പല തരക്കാരാണ് കുട്ടികൾ. അതായത് ചിലർ ഇൻട്രോവേർട്സ് ആയിരിക്കും, ചിലർ എക്സ്ട്രോവേർട്സ് ആണ്, ചിലർ കുറച്ച് സൈലൻ്റ് ആയിരിക്കും, ചിലർ ടീച്ചേഴ്സായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നവരാണ്, ചിലർ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. എല്ലാവരോടും നമ്മൾ നമ്മുടെ പഴയ ആ രീതിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നടക്കത്തില്ല. കാരണം അവർക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ പേരൻസിന് മാക്സിമം 2 കുട്ടികളാണുള്ളത്. ഒരാളെ ഒതുക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പോട്ടെ, കൂടി വന്ന 2 പേർ, അത് കൂടുതൽ കുട്ടികളില്ല. അപ്പോൾ പേരൻസ് 2 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ അവർക്ക് ഇൻകമുണ്ട്, അവർക്ക് കുട്ടികൾ പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കാനും, കുട്ടികളെ പാമ്പർ ചെയ്യുന്നുണ്ട്, കണ്ടമാനം നന്നായിട്ട് വീട്ടിൽ പാമ്പർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കൊഞ്ചിച്ചാണ് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇഷ്യൂ വന്നാൽ പോലും അവർക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതിനൊക്കെ അവരെ പ്രാപ്തരാക്കി എടുക്കേണ്ട ആൾക്കാരാണ് പേരൻസും അധ്യാപകരും. ഇപ്പം അധ്യാപകർ വഴക്ക് വരണമെന്നും പറഞ്ഞ് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ പേരൻസ് തന്നെ അധ്യാപകരെ തരാം, ടീച്ചർ അങ്ങനെ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് ടീച്ചറിൻ്റെ നേരെ ചെല്ലുമല്ല വേണ്ടത്. ആ കുഞ്ഞിനോട് ആദ്യം ചോദിക്കണം, നീ എന്ത് ചെയ്തിട്ടാണ് അത് അങ്ങനെ ടീച്ചർ പറഞ്ഞത്. അതപ്പം കുഞ്ഞ് പഠിച്ചിട്ടില്ല, അതിനാണ് വഴക്ക് പറഞ്ഞെങ്കിൽ ഓക്കെ, മോൻ്റെ ഭാഗത്ത് തെറ്റില്ലേ, മോൻ പഠിച്ചിട്ട് പോകണ്ടായിരുന്നോ, അതങ്ങനെ പറഞ്ഞ് അത് ലൈറ്റാക്കി വിടുകയാണ് വേണ്ട. അല്ലാതെ എന്നാ ചോദിച്ചിട്ടില്ല. അപ്പം ടീച്ചറിൻ്റെ നേരെ, അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ കൂടെ പോകുന്നു, അപ്പോൾ എന്തോ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ടീച്ചറിൻ്റെ നേരെ ഇതായിക്കോളും, കുഴപ്പമില്ല എന്നൊരു മെസ്സേജ് കുട്ടിക്ക് കിട്ടും. പക്ഷേ ഹയർ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പം അത് വീണ്ടും കൂടുതൽ ദോഷം ചെയ്യും അല്ലേ. കാരണം അവർക്ക് ടീച്ചേഴ്സിനെ വഴക്ക് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, കുട്ടികൾക്ക് മാർക്കില്ലെങ്കിൽ അതിനും ഈ ടീച്ചേഴ്സിനെ തന്നെയല്ലേ നമ്മൾ ബ്ലെയിം ചെയ്യാൻ പോകുന്നത്. ടീച്ചേഴ്സിന് കഴിവില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ. പണ്ടുള്ള ടീച്ചേഴ്സും ഇതേ കഴിവൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ പിന്നെന്താണ്, നമ്മൾ ടീച്ചേഴ്സിനെ പേടിച്ച് പഠിച്ചുകൊണ്ട് പോയായിരുന്നു. പണ്ടുള്ള കുട്ടികൾ അല്ലാതുള്ളവർക്ക് അങ്ങനെ പഠിച്ചുകൊണ്ട് പോയവർക്ക് മാർക്കുണ്ട്, അല്ലാതുള്ളവർക്ക് മാർക്കും ഇല്ല. അതാണ് സംഭവം. അല്ലാതെ നമ്മൾ ടീച്ചേഴ്സിനെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന് കുട്ടികളോട് എന്തും പറയാനുള്ള അല്ലെങ്കിൽ എന്തും കാണിക്കാനുള്ള ഒരു
അധികാരം ഉണ്ടെന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറഞ്ഞില്ല, പണ്ടത്തെ പോലെ എന്ത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ത്രാണിയുള്ള കുട്ടികളല്ല ഇപ്പോൾ ഉള്ളത്. അവരുടെ മെൻ്റൽ സ്റ്റേജും അവരുടെ മെൻ്റൽ കണ്ടീഷനും കൂടെ മനസ്സിലാക്കി വേണം ടീച്ചേഴ്സും പെരുമാറാൻ. പ്രത്യേകിച്ച് അവരെ പബ്ലിക്കായിട്ട് ഹരാസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് അവരോട് പേഴ്സണലായിട്ട് വിളിച്ച് ഇങ്ങനെയാണ് കാര്യം. ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം തന്നെ, ആശീർനന്ദ മരിച്ചത്, ആ കുട്ടിയുടെ കാര്യം തന്നെ നോട്ടീസ് ബോർഡിൽ പേരിടുക, ഡിവിഷൻ മാറ്റുക. ഇപ്പം 36 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളോടും ഒരുപോലെ തന്നെ പെരുമാറാനുള്ള ഒരു കഴിവ് ആ ടീച്ചർക്ക്, ഓരോ ടീച്ചർക്കും ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പല രീതിയിലാണ് കുട്ടികളുടെ കഴിവെന്ന് പറയുന്നത്. ഒന്നിൽ ഇൻ്റലിജൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കാര്യത്തിൽ ആ കുട്ടി നല്ല വെൽവേഴ്സ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കണം. അതാണ് ഒരു ടീച്ചറിൻ്റെ മിടുക്കെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞു കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടുപിടിക്കാൻ മെനക്കെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പേരൻസിന് പോലും, ഇപ്പം നമ്മുടെ മുന്നിൽ 45 മിനിറ്റ് ഒരു കുട്ടിയെ കിട്ടുമ്പം തീർച്ചയായിട്ടും ചിലപ്പം പാട്ട് പാടാനുള്ള കഴിവായിരിക്കും. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സൈഡ് വീക്കായിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യാതെ ആ കുഞ്ഞിനെ മറ്റുള്ളവരുടെ ഒപ്പം എത്തിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിന് തീർച്ചയായിട്ടും പേരൻസിൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ നമ്മൾ അതിന് ശ്രമിക്കുമ്പോൾ പേരൻസ് അതിന് ഇടങ്കോലിടാനായിട്ട് ടീച്ചേഴ്സിനോട് വഴക്ക് പിടിക്കാൻ വരികയല്ല വേണ്ടത്. അത് നിങ്ങളും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ലഹരി മാഫിയൊക്കെ ഇങ്ങനെ പണ്ട് ടീച്ചേഴ്സിനെ പേടിയുള്ള സമയത്ത്, അപ്പം പണ്ട് ഇങ്ങനെയുള്ള ഈ ലഹരിയൊന്നും ഇത്രയധികം, പണ്ടും സിഗരറ്റും അതും ഇതുമൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇത്രയധികം ഉപയോഗിച്ച് നശിച്ചു പോകുന്നൊരു തലമുറ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വന്നാൽ തന്നെ അവർക്ക് ഫേസ് ചെയ്യാൻ വയ്യാതെ ഈ ലഹരിയിലോട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനൊന്നും പറയാൻ പറ്റത്തില്ല. ടീച്ചേഴ്സ് പറഞ്ഞ ഉടനെ ടീച്ചേഴ്സിൻ്റെ നേരെയാണ്, പേരൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളുണ്ട്, ബാലാവകാശ കമ്മീഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഇത് പറ്റിയ ടീച്ചേഴ്സ് ആരും അറിഞ്ഞില്ലേ? എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി കഴിയുമ്പോൾ പറയും, ഈ ഇത്രയും നേരം സ്കൂളിൽ വിട്ടിരുന്നാലേ അവിടെയുള്ള ടീച്ചേഴ്സിന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, അവരാരും അറിഞ്ഞില്ല ഇതൊന്നും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ടീച്ചേഴ്സായാലും പേരൻസ് ആയാലും ഒരുപോലെ നിന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളെ സ്നേഹവും അതുപോലെ തന്നെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അവർക്ക് അവരുടെ കാര്യം. ഒരു പെൻസിൽ, അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് പെൻസിൽ ഇല്ല, തരാമോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിലാണ് ഉത്തരം, ഇല്ല, തരില്ല. എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറയുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൊണ്ട് ഞങ്ങൾ 18 പേര് വരച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് ഞാൻ ഒരുപാട് ബാക്കിലുള്ള ആളൊന്നുമല്ല, 90s കിഡ് തന്നെയാണ് ഞാൻ. പക്ഷേ അവിടുന്ന് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വന്നിരിക്കുന്നത്. അവർക്കൊരു മടിയില്ല, തരില്ല, ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ ഒരു മടിയില്ല എന്നുള്ളതാണ്. അതൊക്കെ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നമ്മൾ പഠിപ്പിച്ച് വിടേണ്ട കാര്യങ്ങളാണ്. എനിക്ക് മാത്രമേ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എനിക്ക് മാത്രമേ അവർക്ക് നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.